അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിലെ സമയം 8:30 ആയാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? ഒരു ക്ലോക്കിലെ പ്രതിബിംബം കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന സമയം എത്രയാണ്? 8:30 അങ്ങനെയാണെങ്കിൽ റിയൽ സമയം എത്രയാണ്? അപ്പൊ ഇങ്ങനെ ക്ലോക്ക് പ്രതിബിംബത്തിന്റെ കണക്ക് വരുമ്പോൾ, ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന നമ്പർ, അതായത് ഒന്നുകിൽ അത് പ്രതിബിംബം ആവാം, അല്ലെങ്കിൽ അത് റിയൽ ടൈം ആവാം. ചിലപ്പോൾ റിയൽ ടൈം തന്നിട്ട് പ്രതിബിംബത്തിൽ നോക്കുമ്പോൾ എന്ത് കാണുന്ന കേൾക്കുന്ന ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് പ്രതിബിംബത്തിൽ കാണുന്ന സമയം തന്നിട്ടുണ്ട്, നമ്മോട് കാണാൻ പറ്റുന്നത് ഏതാണ്? റിയൽ സമയമാണ്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ സമയം നമ്മൾ 11:60 നിന്ന് മൈനസ് ചെയ്യാം. അതായത് ഇവിടെ റിയൽ സമയം കാണാൻ 11:60 മൈനസ് 8:30 ചെയ്താൽ മതി. അപ്പൊ പ്രതിബിംബത്തിൽ കാണുന്ന സമയം കിട്ടും. ഓക്കെ, 0 0 പോയാൽ 0, 6 3 പോയാൽ 3, പിന്നെ പോയിന്റ് 11 8 പോയി കഴിഞ്ഞാൽ 3. അപ്പൊ പ്രതിബിംബത്തിൽ കാണുന്ന സമയം എത്രയാണ്? 3:30 ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് എന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക. 35:64 ആണെങ്കിൽ 47:what? അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 35:64 എങ്കിൽ 47 ഇവിടെ എന്ത് വരും? അപ്പോ ഈ രണ്ട് സംഖ്യകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ആയിരിക്കും 47 ഇനി ഇവിടെ വരുന്ന സംഖ്യയും. ഓക്കെ, അപ്പോ ഈ 35ഉം 64ഉം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ, ഇവിടെ 35ന്റെ ഡിജിറ്റുകൾ ഏതൊക്കെയാ? 3ഉം 5ഉം. 3 + 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. 3 + 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. 8ന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 64 കിട്ടും, അല്ലെ? അതായത് 3 + 5 സ്ക്വയർ ആണെന്ത് നമുക്ക് അപ്പുറത്ത്. അപ്പൊ ഇവിടുത്തെ നമ്പർ ഏതായിരിക്കും? 4 + 7ന്റെ സ്ക്വയർ ആയിരിക്കും. 4 + 7ന്റെ സ്ക്വയർ എത്രയാണ്? 11ന്റെ സ്ക്വയർ. 11ന്റെ സ്ക്വയർ 121. അപ്പൊ ഇവിടുത്തെ നമ്പർ എത്ര ആയിരിക്കും? 121. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, എല്ലാവരും ഹാജരായ ഒരു ദിവസത്തെ സ്കൂൾ അസംബ്ലിയിൽ രാജുവിന്റെ സ്ഥാനം മുമ്പിൽ നിന്ന് 16-മതും പിറകിൽ നിന്ന് 20-മതും ആയാൽ രാജുവിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അപ്പൊ എല്ലാ കുട്ടികളും ഹാജരായ ഒരു ദിവസത്തെ സ്കൂൾ അസംബ്ലിയിൽ വരിക്കാണൽ നിൽക്കുക. അപ്പൊ രാജുവിന്റെ സ്ഥാനം മുമ്പിൽ നിന്ന് 16-മത്, ഫ്രണ്ടിൽ നിന്ന് 10. ഇവിടെയാണ് രാജു നിൽക്കുന്നത്. രാജു ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് രാജുവിന്റെ സ്ഥാനം 16-മതാണ്. പിന്നെന്താ പറഞ്ഞത്? പിറകിൽ നിന്ന് 20-മതുമാണ്. പിറകിൽ നിന്ന് 20-മതാണ്. പിറകിൽ നിന്നാണെങ്കിൽ 20-മത്. ഓക്കെ, പിറകിൽ നിന്ന് 20-മത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കുട്ടികൾ ഉണ്ടാവും എന്നാണ് ചോദ്യം. രാമുവിനെ അടക്കം രാമുവിന്റെ ക്ലാസ്സിൽ ടോട്ടൽ എത്ര കുട്ടികൾ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ രാമുവിന്റെ മുമ്പ് ഇവിടെ എത്ര കുട്ടികളുണ്ട്? രാമുവിന്റെ മുന്നിൽ ഇവിടെ 15 കുട്ടികളുണ്ട്. രാമുവിന്റെ പിറകിൽ ഇവിടെ എത്ര കുട്ടികളുണ്ട്? രാമുവിന്റെ പിറകിൽ ഇവിടെ 19 കുട്ടികളുണ്ട്. അപ്പോ 15 മുമ്പിലുള്ള കുട്ടികളും 19 ബാക്കിലുള്ള കുട്ടികളും പിന്നെ രാമു, അതാണ് ടോട്ടൽ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ 15 + 19 എത്ര കിട്ടാം? 34, അല്ലെ? 34ഉം രാമുവും 35. അപ്പൊ ടോട്ടൽ കുട്ടികളുടെ എണ്ണം 35. ഓക്കെ, ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 3:35 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പൊ ക്ലോക്കിലെ സമയം 9:35 ആണ്. അങ്ങനെയാണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ് നമുക്ക് കാണേണ്ടത്. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. θ = 30h - 11/2 ഇൻറ്റു m. h എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് ആണ്, m എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് ആണ്. ഇവിടെ h 9ഉം 35 മിനിറ്റും ആണ്. അപ്പൊ നമുക്ക് ആംഗിൾ θ = 30 ഇൻറ്റു h 9 മൈനസ് 11/2 ഇൻറ്റു എമ്മിന്റെ സ്ഥാനത്ത് 35. ഇത് ചെയ്താൽ നമുക്ക് θ കിട്ടും. ചെയ്ത് നോക്കാം. 30 ഇൻറ്റു 27, 30 ഇൻറ്റു 9 27, 270 മൈനസ് എത്ര കിട്ടാം? 385 / 2. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 × 270 മൈനസ് 385 / 2. ദാറ്റ് ഈസ് 580 മൈനസ് 385/2, which is equal to 155/2. 155/2 എത്ര വരിക? 77.5 ആണ് വരിക. 77.5. സോ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, 5, 8, 17, 44 എക്സെട്ര എന്ന ശ്രേണിയുടെ അടുത്ത പദം എത്ര? നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? 5, 8, 17,
44 എക്സെട്ര. അടുത്ത പദം നമുക്ക് എത്രയെന്ന് അറിയില്ല, അത് കണ്ടെത്തണം. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വ്യത്യാസങ്ങൾ എടുത്തു നോക്കുക, ഡിഫറൻസുകൾ, ഓരോ പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കുകയാണ് ചെയ്യുക. 5ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം, 5ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 3, 8 17 തമ്മിലുള്ള വ്യത്യാസം 8 + 9 ആണ് എന്ത് 17. സോ ഇവിടെ 9 വരും. 44 17 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 27 കിട്ടും. ഓക്കെ, ഇവിടെ 3 എന്ന് പറഞ്ഞാൽ 3:1, ഇവിടെ 9 എന്ന് പറഞ്ഞാൽ 3:2, ഇവിടെ 27 എന്ന് പറഞ്ഞാൽ 3:3. അപ്പൊ അടുത്ത ഇവിടെ എന്തായിരിക്കും വരിക? 3:4 ആയിരിക്കും വരിക. 3:4 എന്ന് പറഞ്ഞാൽ എത്രയാ? 81 ആണ്. അപ്പൊ ഇവിടുത്തെ പദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 44ന്റെ കൂടെ 81 പ്ലസ് ചെയ്താൽ മതി അല്ലെ? ദാറ്റ് ഈസ് 44 + 81 എത്ര കിട്ടുക? 125. അപ്പൊ ഇവിടുത്തെ പദം എത്രയാണ്? 125. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ശതമാനം എന്നത് മൈനസിനെയും ഇൻറ്റു എന്നത് ഹരണത്തെയും അറ്റ് എന്നത് ഇൻറ്റുവിനെയും ഹാഷ് എന്നത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ 8@7 ശതമാനം 36*3#5ന്റെ വില എത്ര? നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ശതമാനം എന്നുള്ളത് മൈനസ് ആണ്, സ്റ്റാർ എന്നുള്ളത് ഹരണാണ്, അറ്റ് എന്നുള്ളത് ഇൻറ്റു ആണ്, ഹാഷ് എന്നുള്ളത് പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ 8@7 ശതമാനം 36 സ്റ്റാർ 3 ഹാഷ് 5ന്റെ വില. 8 അറ്റിന്റെ സ്ഥാനത്ത് ഇൻറ്റു 7 ശതമാനത്തിന്റെ സ്ഥാനത്ത് മൈനസ് 36 സ്റ്റാറിന്റെ സ്ഥാനത്ത് ഹരണം 3 ഹാഷിന്റെ സ്ഥാനത്ത് പ്ലസ് 5. നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടാൽ മതി. ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെ? ഇത് ചെയ്യുന്നത് നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ചെയ്യേണ്ട ക്രമം ഇങ്ങനെയാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മളിവിടെ ഹരണാണ്. 36 ഹരിക്കണം 3 എത്ര കിട്ടുക? 12 കിട്ടും. പിന്നെ നമ്മൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ. 7 × 7 56 നോട്ട് പ്ലസ് 5 ആണ്. അതായത് 56 - 12 + 5. 56 + 5 എത്ര കിട്ടും? 61 കിട്ടും. മൈനസ് 12. 61 12 പോയി കഴിഞ്ഞാൽ 49 അല്ലേ? യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. 196, 169, 729, 589 അല്ലെ? അങ്ങനെ 4 നമ്പേഴ്സ് ആണ് തന്നുള്ളത്. ഇതിൽ ഒറ്റയാൻ ഏതാണ്? അപ്പൊ നമുക്കറിയാം 196 എന്ന് പറഞ്ഞാല് എന്തിന്റെ വർഗ്ഗമാണ്? 14ന്റെ വർഗ്ഗമാണ് 196. ഇനി 169 എന്തിന്റെ വർഗ്ഗ? 13ന്റെ വർഗ്ഗമാണ്. 729 എന്തിന്റെ വർഗ്ഗമാണ്? 27ന്റെ വർഗ്ഗ. 589 എന്തെങ്കിലും ഒരു പൂർണ്ണസംഖ്യയുടെ വർഗ്ഗമാണോ? അല്ല. 589 ഒരു പൂർണ്ണസംഖ്യയുടെ വർഗ്ഗമല്ല. അതുകൊണ്ട് നമുക്ക് 589 ആണ് ഇവിടെ എന്ത് ചെയ്യാം? ഒറ്റയാൻ എന്ന് കണ്ടെത്താം. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാൾ 1000 രൂപ 10% പലിശ നിരക്ക് 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക എത്ര? ഇവിടെ 1000 രൂപ ഒരു വ്യക്തി 10% പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. ഇവിടെ കണക്കാക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതായത് കൂട്ടുപലിശയാണ്. അപ്പൊ 1 വർഷം കഴിയുമ്പോൾ അതിന്റെ പലിശ 1000ന്റെ 10% 100 ആണ്. മുതലും പാടെ ചേർത്തിട്ട് 1 വർഷം കഴിയുമ്പോൾ 1000 + 10% 100, അങ്ങനെ 1100 വരും. രണ്ടാമത്തെ വർഷം 1100 അവിടെ ഉണ്ട്, പ്ലസ് എന്താണ് 1100ന്റെ 10%. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ വർഷം 1000ന്റെ 10% കണ്ടാൽ മതി. പക്ഷെ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ ഉണ്ടാവുകൊണ്ട് നമ്മൾ പലിശയും കാണണം. അതുകൊണ്ടാണ് ഇവിടെ 1000ന് പകരം 1100 എടുത്തത്. 1100ന്റെ 10% എത്ര വരിക? 110. ഓക്കെ, അപ്പോ രണ്ടാമത്തെ വർഷം അവസാനം അയാൾക്ക് ലഭിക്കുന്നത് 1100 + 110 എത്ര വരിക? 1210 രൂപ. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. രാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും. രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? നമ്മോട് പറഞ്ഞുള്ളത് രാജു എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും.
രമ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? രമ 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. രാജു 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമ്പോൾ രാജു ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിന്റെ 6/1 അല്ലെ? ഒരു ദിവസം 6/1 ചെയ്യുമ്പോഴാണ് 6 ദിവസം കഴിയുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ രമ 8 ദിവസം കൊണ്ട് ടോട്ടൽ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു എങ്കിൽ രമ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിന്റെ 8/1. അങ്ങനെയാണെങ്കിൽ രാജുവും രമയും ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര ദിവസം കൊണ്ട് അത് ചെയ്തു തീർക്കാന്ന് മനസ്സിലാവും. അപ്പോ രാജു പ്ലസ് രമ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ രാജു ഒരു ദിവസം ചെയ്യുന്ന വർക്ക് പ്ലസ് രമ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരാം? 8W പ്ലസ് 6W 14W ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 8. ഈ 14നെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നാൽ W ബൈ 6 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 14. അപ്പൊ രാജുവിനും രമയ്ക്കും ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? അതാണ് ഡിനോമിനേറ്ററിൽ 6 ഇൻറ്റു 8 ബൈ 14. അതിന്റെ വാല്യൂ കണ്ടാൽ മതി. ദാറ്റ് ഈസ് 6 ഇൻറ്റു 8 ബൈ 14 എത്ര വരിക? ഇവിടെ 3, ഇവിടെ 7, 2 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ 3 ഇൻറ്റു 8 24 ബൈ 7. 24 ബൈ 7 എത്ര വരിക? 3 7 21. അപ്പോ 3 പിന്നെ ബാക്കി 3 ഉണ്ട്. 3 ബൈ 7 3 ബൈ 7. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, A:B ഈക്വൽ ടു 5:2, B:C ഈക്വൽ ടു 3:7 ആയാൽ A:C എത്ര? നമുക്കിവിടെ തന്നിട്ടുള്ളത് A:B എത്രയും തന്നിട്ടുണ്ട്? 5:2 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ B:C എത്രയും തന്നിട്ടുണ്ട്? 3:7 എന്ന് തന്നിട്ടുണ്ട്. നമ്മോട് കാണാൻ പറഞ്ഞത് A:C ആണ്. A:C കാണാൻ നമ്മൾ A/C എന്താ നോക്കിയാൽ മതി. A/C എന്താ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് A:C കാണാം അല്ലെ? അപ്പൊ A/C കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? A/B ഈക്വൽ ടു 5/2 എന്ന് കിട്ടും. ഇവിടുന്നോ B/C ഈക്വൽ ടു 3/7 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ A/C ഇൻറ്റു B/C ആണ് എന്ത്? ഈ ബിയും ബിയും വെട്ടിക്കളഞ്ഞാല് A/C. ദാറ്റ് ഈസ് A/B എന്താ? 5/2 ഇൻറ്റു B/C എന്താ? 3/7. ദാറ്റ് ഈസ് 15/14. അതാണെന്ത്? A/C. സോ A:C എന്തായിരിക്കും? 15:14. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു സമചതുര സ്തൂപികയുടെ ചരിവുയരം 15 സെന്റിമീറ്റർ, പാദവക്ക് 12 സെന്റിമീറ്റർ ആയാൽ സ്തൂപികയുടെ ഉയരം എത്ര? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സമചതുര സ്തൂപിക. ഓക്കെ, ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സമചതുരമായിരിക്കും. പിന്നെ സമചതുര സ്തൂപികയുടെ എഡ്ജ് ലെങ്ത്, അതായത് പാദവക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 12 സെന്റിമീറ്റർ. ഇത് നമ്മൾ എ ആക്കി എടുത്താൽ, പാദവക്ക് എ ആക്കി എടുത്താൽ ഇതും എ തന്നെ ആയിരിക്കും, ഇതും എ തന്നെ ആയിരിക്കും. ഈ ലെങ്ത്തും എന്താണ്? എ തന്നെയാണ്. കാരണം എന്താ? ഇത് ഒരു സമചതുര സ്തൂപികയാണ്. ബേസ് സമചതുരാണ്. ഓക്കെ, ഇനി പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ചരിവുയരം. ചരിവുയരം എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ ഒരു ഫേസ് ആണല്ലോ, കണ്ടോ? ഇങ്ങനെ 4 ഭാഗത്തുനിന്നും ഓരോ ഫേസുകളുണ്ട് ഈ പിരമിഡിന്. ഇതിന്റെ ചെരിവുയരം നമ്മൾ ഇതിന്റെ സെന്ററിലൂടെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ചെരിവുയരം. എസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എസ് ഈക്വൽ ടു എത്രയാണ്? 15 സെന്റിമീറ്റർ. ഓക്കെ, പിന്നെ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? സ്തൂപികയുടെ ഉയരം കാണാൻ പറഞ്ഞിട്ടുണ്ട്. സ്തൂപികയുടെ ഉയരം എന്ന് പറഞ്ഞാൽ ഈ സമചതുരത്തിന്റെ സെന്ററിൽ നിന്ന് ടോപ്പിലേക്ക് ലംബമായിട്ട് വരയ്ക്കുന്ന ഇതാണെന്ത്? ഹൈറ്റ്. ഓക്കെ, ഈ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. എസ് തന്നിട്ടുണ്ട്, ഈ പാദവക്കും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ചരിവുയരം. ഓക്കെ, അപ്പൊ നമുക്കിത് കാണാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഭാഗം, അതായത് സെന്ററിന്റെ ഈ ഭാഗം ഈ പാദവക്കിന്റെ ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഈ ചരിവുയരം നമ്മൾ വെച്ച് ആ ഭാഗത്തേക്ക് ഒന്ന് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. കാരണം ഇപ്പൊ ഇതൊരു മട്ടത്രികോണായി. ഇത് എച്ച് ആണ്, ഇത് എസ് ആണ്. ഇതെന്താ? ഇത് എ ആണെങ്കിൽ ഇത് അതിന്റെ പകുതിയല്ലേ? A/2 ആണ്. ഓക്കെ, ഇനി എച്ച് സിമ്പിൾ ആയിട്ട് വേണം. ഓക്കെ, ഇവിടെ ഈ മട്ടത്രികോണത്തില് കർണം എന്ന് പറയുന്നത് എസ് ചരിവുയരാണ്, ഇത് ലംബാണ്, ഇതെന്താണ്? പാദാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. നമുക്ക് എച്ച് ആണ് കണ്ടത്, ബാക്കി എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. സോ എച്ച് സ്ക്വയർ ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് A/2
ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് എസ് 15ന്റെ സ്ക്വയർ മൈനസ് എ എന്ന് പറയുമ്പോൾ 12 6 സ്ക്വയർ ഇതാണ് എച്ച് സ്ക്വയർ ദാറ്റ് ഈസ് 15ന്റെ സ്ക്വയർ 225 മൈനസ് 36 ഇതാണ് എച്ച് സ്ക്വയർ 225 മൈനസ് 36 കിട്ടുക 189 ആണ് കിട്ടുക എച്ച് സ്ക്വയർ. സോ നമുക്ക് എച്ച് കാണാൻ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലെ. എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് 189. നമ്മള് ആൻസറിൽ നോക്കൂ. ആൻസറിൽ റൂട്ട് ഇൻ ടേംസ് ഓഫ് റൂട്ടിലാണ് എഴുതിയിട്ടുള്ളത്. റൂട്ട് 21 റൂട്ട് 29 റൂട്ട് 20 അങ്ങനെയാണ് എഴുതിയത്. റൂട്ട് 21ന്റെ റൂട്ട് 29ന്റെ ഇടയിലാണ് എഴുതിയത്. അപ്പൊ നമുക്ക് ഇവിടെ റൂട്ട് 21ന്റെ അല്ലെങ്കിൽ 29ന്റെ ടേംസിൽ എഴുതണം. ഓക്കെ, 89നെ നമുക്ക് 9 ഇൻറ്റു 21 എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ 9ന്റെ റൂട്ട് 3 റൂട്ട് 3 21 ഇതാണ് എന്ത് വരിക എച്ച് വരിക. സോ ഓപ്ഷൻ ഡി ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തൊരു ചോദ്യം 20 25 എക്സ് 28 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 ആണ്. എന്നാൽ എക്സിന്റെ വില എത്ര? 30 27 26 31 ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് സംഖ്യകൾ? 20 25 എക്സ് 28 32 ഇതിന്റെ ശരാശരി തന്നിട്ടുണ്ട്. ശരാശരി എത്ര തന്നിട്ടുള്ളത്? 27 എന്ന് തന്നിട്ടുണ്ട് ശരാശരി. ഓക്കെ, ആവറേജ് 27 എന്ന് തന്നിട്ടുണ്ട്. എന്നാൽ എക്സിന്റെ വില എത്ര? നമുക്ക് ഇവിടെ എക്സിന്റെ വിലയാണ് കാണേണ്ടത്. ഓക്കെ, നോക്കൂ. ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെല്ലാം കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 ഡിവൈഡ് ബൈ 5 കൊണ്ട് ഹരിച്ചതാണ് എന്ത് 27. ദാറ്റ് ഈസ് ആവറേജ് ഈക്വൽ ടു 27 ഈക്വൽ ടു നോക്കൂ 0 പ്ലസ് 5 5 5 പ്ലസ് 8 13 13 പ്ലസ് 2 15 റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് 15 5 വരും, ശിഷ്ടം 1 വരും. 2 പ്ലസ് 2 4 4 പ്ലസ് 2 6 6 പ്ലസ് 3 9 9 1 10. പിന്നെ ഇവിടെ നിന്നിട്ട് അതായത് 20 25 28 32 വേറെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 105 ആണ് കിട്ടുക. പ്ലസ് ഇവിടെ എന്തുണ്ട്? ഈ എക്സ് ഉണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എത്ര? നമ്പർ ഓഫ് ടേംസ് എത്ര? 1 2 3 4 5 5 ഇതാണ് 27 ആവറേജ്. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് എക്സ് കാണാം. വളരെ സിമ്പിൾ ആണ്. എക്സ് 27 ഇൻറ്റു 5 ആണെന്ത് എക്സ് പ്ലസ് 105. സോ 27 ഇൻറ്റു 5 മൈനസ് 105 ആണെന്ത് എക്സിന്റെ വാല്യൂ. അപ്പൊ 27 ഇൻറ്റു 5 135 മൈനസ് 105 ഇതാണ് എക്സ്. 135 105 പോയാൽ നമുക്ക് എത്ര കിട്ടുക? 30. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 30. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 8 പ്ലസ് 3 ഇൻറ്റു 2 മൈനസ് 2 ഹരിക്കണം 2 പ്ലസ് 6 ഇതിന്റെ വില 18 16 11 12. അതായത് നമുക്കിവിടെ തന്നിട്ടുള്ളത് 8 പ്ലസ് 3 ഇൻറ്റു 2 മൈനസ് 4 ഹരിക്കണം 2 പ്ലസ് 6 ഇതിന്റെ വിലയാണ് നമുക്ക് കണ്ടത്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് പ്ലസ് മൈനസ് ഇൻറ്റു ഹരിക്കണം പ്ലസ് പിന്നെ ബ്രാക്കറ്റ് ഇതെല്ലാം വെച്ചിട്ട് ഫൈനൽ ആൻസർ കാണാൻ വേണ്ടിയിട്ട്. അതായത് ഇത്തരം ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടുന്ന് പ്ലസ് പിന്നെ അത് ഇൻറ്റു ചെയ്യുക, പിന്നെ ഇവിടെ മൈനസ് ചെയ്യുക, ഹരിക്കുക, പ്ലസ് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഈ ക്രിയകളിൽ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്, അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഏതാണ്, അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ ചെയ്യുക. അതിന് ബോർഡ് മാസ് റൂൾ എന്നാണ് പറയുക. ബോർഡ് മാസ് റൂള്. ബോർഡ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഈ ഓർഡറിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആദ്യം ഇവിടെ ഈ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്, ഹരണമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇൻറ്റു. ഓക്കെ, പിന്നെ അഡീഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. അപ്പൊ നമ്മൾ ഇവിടെ 4 ഹരിക്കണം 2 4 ഹരിക്കണം 2 എത്രയാണ്? 2. പിന്നെ ഇവിടെ 3 പിന്നെ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷന് 3 ഇൻറ്റു 2 എത്രയാണ്? 6. ഇവിടെ 6 വരും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യുക? പിന്നെ നമ്മൾ അഡീഷൻ ആണ് ചെയ്യുക. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 8 പ്ലസ് 6 14 14 മൈനസ് 14 പ്ലസ് 6 20 20 മൈനസ് 2 18. ഫൈനൽ ആൻസർ 18 ആണ് വരും. ഓപ്ഷൻ എ. ഓക്കെ, ഇനി ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഭിന്നസംഖ്യകളെ
ക്വസ്റ്റ്യൻ ആണ്. 1/3നും 1/2നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ ഏത്? 1/6, 4/7, 2/5, 2/3. ഏതൊക്കെയാണ് നമ്പർ? 1/3യും 1/2വും. ഇതിനിടയിലുള്ള ഒരു സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഭിന്നസംഖ്യകൾ എഴുതുമ്പോ ഇതിലേതാ വലിയ സംഖ്യ? വലിയ സംഖ്യ 1/2 ആണ്. 1/2 ആണ് വലുത്. അതിന്റെ ചെറുതാണ് 1/3. അതായത് ഡിനോമിനേറ്ററിന്റെ സംഖ്യ വലുതാകും തോറും ഭിന്നസംഖ്യന്റെ വാല്യൂ എന്താ ചെയ്യാം? കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യാം. ഇവിടെ വലുത് 3 ആണ്, അപ്പൊ വാല്യൂ കുറവ് 1/3ക്കാണ്. ഓക്കെ, വലുത് 1/2 ആണ്, അതിന്റെ ചെറുതാണ് 1/3 അല്ലെ? അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് 1/2 ഇസ് ലെസ് ദാൻ 1/2 ഗ്രേറ്റർ ദാൻ 1/3 ഇസ് ഗ്രേറ്റർ ദാൻ 1/4. അതിലും ചെറുതാണ് 1/5. മനസ്സിലായോ? ഡിനോമിനേറ്ററിലെ സംഖ്യ വലുതാകും തോറും വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യാം. 1/2 ആണ് വലുത്, അതിന്റെ ചെറുതാണ് 1/3, അതിന്റെ ചെറുതാണ് 1/4, അതിന്റെ ചെറുതാണ് 1/5, അതിന്റെ ചെറുതായിരിക്കും 1/6, അങ്ങനെ പോകും. ഇനി നമ്മോട് ഇവിടെ ഈ രണ്ട് നമ്പേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്, 1/3യും 1/2വും. അപ്പൊ 1/3ന്റെയും 1/2ന്റെയും ഇടയിൽ വേറെ ഒരു എണ്ണൽ സംഖ്യ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ നമുക്ക് 1/4ന്റെയും 1/2ന്റെയും ഇടയിലുള്ള ഒരു സംഖ്യ കാണാൻ പറഞ്ഞാൽ നമുക്ക് നേരെ 1/3 കൊടുക്കായിരുന്നു. പക്ഷെ ഇവിടെ 3ന്റെയും 2ന്റെയും ഇടയിൽ ഒരു പൂർണ്ണസംഖ്യ അല്ല. അപ്പൊ നമുക്ക് 2ന്റെയും 3ന്റെയും ഇടയിലുള്ള ഒരു സംഖ്യ എടുക്കാം. അത് ഏതാണ്? നമുക്കറിയാം 3ന്റെയും 2ന്റെയും ഇടയിലുള്ള ഒരു സംഖ്യയാണ് ഇത് 2.5, മിഡിൽ ടേം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/3ക്കും 1/2നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ ആയിരിക്കും എന്ത്? 1/2.5. 1/2.5. ഇനി ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, 1/2.5നെ നമുക്ക് 1/2.5നെ 2 പ്ലസ് 1/2 എന്ന് എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്താല് ഡിനോമിനേറ്ററിൽ എന്താ വരിക? 2 into 2, 4, 4 plus 1, 5 divided by 2. ഈ 2 അവിടെ പോകും, മുകളിൽ പോകും. ദാറ്റ് ഈസ് 2/5. 2/5 ആണ് എന്ത്? ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് 2/5 ആണ് 1/3ന്റെയും 1/2ന്റെയും ഇടയിലുള്ള നമ്പർ. ഓപ്ഷൻസ് നോക്കിയാൽ 2/5 ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 30%വും 70%വും തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ ഏത്? 120, 150, 140, 180. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സംഖ്യ നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കുക. എക്സിന്റെ 30%വും 70%വും തമ്മിലുള്ള വ്യത്യാസം എത്രയും തന്നിട്ടുണ്ട്? 60 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? അതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഇവിടെ എക്സിന്റെ അതായത് സംഖ്യയുടെ 70%, 30% തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 70%ന്റെയും 30%ന്റെയും വ്യത്യാസം എത്രയാണ്? 40% അല്ലേ? അതായത് 30%തോട് 40% കൂട്ടുമ്പോൾ 70%. അപ്പൊ ഈ തന്നിരിക്കുന്ന 60 എന്താണ്? എക്സിന്റെ 40% ഏത്? 60. അപ്പൊ ഇതിന് നമുക്ക് എക്സ് കാണാം അല്ലെ? ദാറ്റ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ 100. എക്സിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1% കിട്ടും. എക്സിന്റെ 1% ഇൻറ്റു നമുക്കിവിടെ 40% വേണ്ടേ? 40. അപ്പൊ 40% ഈക്വൽ ടു എത്രയാണ്? 60. ഇനി ഇതിന് എക്സ് കാണാം. 40 ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഡിനോമിനേറ്ററിൽ വരും, 100 അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലെ? ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 60 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 100. 0 വെട്ടിപ്പോയി. 6നെ 2 കൊണ്ട് വെട്ടിയാൽ 3 ഉണ്ടാവും. 4നെ 2 കൊണ്ട് വെട്ടിയാൽ 2 ഉണ്ടാവും. 3 ഇൻറ്റു 100, 300 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 150. 150 ആണ് ആൻസർ അല്ലെ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 2n² plus n ആണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? 6, 7, 3, 10. അതായത് നമുക്കറിയാം ഒരു സമാന്തര ശ്രേണി A1 plus A1, A2, A3 ഇതാണ് സമാന്തര ശ്രേണി. സമാന്തര ശ്രേണിയുടെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് D ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി ഇവിടെ എന്താ തന്നിട്ടുള്ളത്? തുകയുടെ ബീജഗണിതമാണ് തന്നിട്ടുള്ളത്. അതായത് സമാന്തര ശ്രേണിയുടെ തുക SN എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A1 പ്ലസ് എല്ലാ ടേംസും കൂട്ടുക, 2 പ്ലസ് A3 പ്ലസ് എക്സെട്ര
ഇത് എത്രയും തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത് 2n² + n എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പൊതുവ്യത്യാസമാണ് ഇവിടെ കാണേണ്ടത്. പൊതുവ്യത്യാസം കാണാൻ d = എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് തൊട്ടടുത്ത ടേം കുറച്ചാൽ മതി. ദാറ്റ് ഈസ് a2 - a1 ചെയ്താൽ മതി. അതന്നെ ആയിരിക്കും a3 - a2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇനി എന്താണ് a2 എന്ന് കിട്ടണം, എന്താണ് a1 എന്ന് കിട്ടണം അല്ലെ. നമുക്ക് ആകെ Sn ന്റെ വാല്യൂ മാത്രമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് a2ഉം a1ഉം അല്ലെങ്കിൽ a3യോ a2ഓ കിട്ടിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? കോമൺ ഡിഫറൻസ് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോക്കൂ, Sn എന്ന് പറഞ്ഞാൽ സം ഓഫ് n ടേംസ്. അപ്പൊ S3 എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് 3 ടേംസ് അല്ലെ. a1 + a2 + a3 ആണെന്ത്? S3 അല്ലെ. S2 ആണെങ്കിലോ a1 + a2 മാത്രമേ ഉള്ളൂ അല്ലെ. S3യിൽ നിന്ന് S2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? a3 കിട്ടുക. ഒന്നുകൂടി പറയാം, S3 അതായത് a1 + a2 + a3 മൈനസ് S2 അതായത് a1 + a2, ഇത് മൂന്നും കൂട്ടിയതിൽ നിന്ന് ഇത് രണ്ടും കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? a3 അല്ലേ കിട്ടുക. എന്ന് വെച്ചാൽ എന്താണ്? S3 = ഞാൻ S3 ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ നമ്പറിനും ഇത് ബാധകമാണ്. S3 = എന്താണ്? a3 = എന്താണ്? S3 - S2 അല്ലെ. 3 നമ്പേഴ്സ് കൂട്ടിയിട്ട് അതിൽ നിന്ന് 2 നമ്പേഴ്സ് കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ നമ്പർ കിട്ടും. അപ്പൊ a3 എന്തായിരിക്കും? a2 എന്തായിരിക്കും? S2 - S1 അല്ലെ. ഇനി S2ഉം S3ഉം S1ഉം ഒക്കെ നമ്മൾ എങ്ങനെ കാണാം? അതിനാണ് ഇവിടെ Sn ന്റെ വാല്യൂ തന്നിട്ടുള്ളത്. n ന്റെ സ്ഥാനത്ത് 1 2 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടേമും കിട്ടും. ഓക്കെ, അപ്പൊ ഞാനിവിടെ d കാണാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. സോ a2 കാണണം എനിക്ക്. a2 = എന്താണ്? S2 കൊടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ n ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി? 2കൾ കൊടുത്താൽ മതി. ഓക്കെ, 2 × 2² + 2 മൈനസ് S1 കിട്ടാൻ വേണ്ടിയിട്ട് n ന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. 2 × 1² + 1 ദാറ്റ് ഈസ് എന്താണ് കിട്ടുക? 2 × 4 8 8 + 2 10 മൈനസ് 2 × 1 2 2 + 1 3 -3 എത്ര? 7. അപ്പൊ നമുക്ക് a2 കിട്ടി. a2 എത്രയാണ്? 7 എന്ന് കിട്ടി. a2 7 എന്ന് കിട്ടി. ഓക്കെ, ഇനി a1 എന്ന് പറഞ്ഞാൽ S1 തന്നെയാണ്. കാരണം ഒറ്റ ടേം ഉള്ളല്ലോ. അപ്പൊ അത് കൂട്ടിയാലും പിന്നെ വേറൊരു ടേം കൂട്ടാനില്ല. അപ്പൊ a1 എന്ന് പറഞ്ഞാൽ എന്താണ്? S1 തന്നെയാണ്. S1 ന്റെ വാല്യൂ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോ a1 = S1 which is equal to 3. ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? d = എന്താണ്? a2 - a1 ആണ്. a2 ന്റെ സ്ഥാനത്ത് 7 മൈനസ് a1 ന്റെ സ്ഥാനത്ത് 3. ആൻസർ 4. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷനിൽ നമുക്ക് അങ്ങനെ ഒരു വാല്യൂ കാണുന്നില്ല. അപ്പൊ ഒന്നുകിൽ ഇത് ക്വസ്റ്റ്യന്റെ മിസ്റ്റേക്ക് ആണ്, ക്വസ്റ്റ്യൻ ഡിലീഷൻ ആവാനാണ് സാധ്യത. ഓക്കെ,